ഇന്ന് നമ്മളൊരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഗാർഡനിൽ കൂടുതലും ഇലച്ചെടികളാണുള്ളതെന്ന്. അത് ഇലച്ചെടികളോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അങ്ങനെ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. പൂക്കൾ നിറയെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാവർക്കും ഇഷ്ടമെന്നറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഗാർഡനിൽ കുറച്ച് പൂവുണ്ടാകുന്ന ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ടൊറേനിയാണ് കൂടുതലുള്ളത്. അതാകുമ്പോൾ എന്നും പൂക്കൾ കിട്ടുമല്ലോ. പിന്നെ കുറച്ച് ചെത്തിയും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, ഒരു 2 കളറിലുള്ളത്. പിന്നെ അത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് നമ്മുടെ ലില്ലി ചെടി, റെയിൻ ലില്ലി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ചുവട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാനൊരു ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഈ മഴ കിട്ടണമെന്ന് മഴ കിട്ടിയാൽ അത് പൂക്കോളെന്നല്ലേ പറയുന്നത്. ഇപ്പം ഇടയ്ക്കൊക്കെ 1-2 മഴയൊക്കെ കിട്ടിയത് കൊണ്ട് നമുക്കതൊന്ന് നോക്കണം, പൂ വിടുവോ എന്നൊക്കെ. 1-2 ടൊറേനിയത്തിൻ്റെ ചുവട് മതിയല്ലോ നിറയെ തൈകളാകാൻ വേണ്ടിയിട്ട്. അതതിൻ്റെ ചുവടുകളിലുമൊക്കെ കാണും. പിന്നെ കാറ്റത്ത് പറന്ന് കുറേ മാറിയൊക്കെ അതിൻ്റെ തൈകളിങ്ങനെ വളരുമല്ലോ. അപ്പം നമ്മൾ ഒരു ചട്ടിയിൽ പല കളറിലല്ല 2 കളറ് നിർത്തിയതാണ്. അതിൽ നിന്ന് ഇപ്പോൾ പല കളറുകളായിട്ടുണ്ട്. അപ്പോൾ അത് ഈ ചട്ടിയിൽ ഇപ്പം വല്ലാണ്ടങ്ങ് വളർന്നിട്ട് ഇങ്ങനെ വെളിയിലേക്കൊക്കെ ആയി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ നിറയെ പൂവുണ്ട്, അത് ഭംഗിയാണ്. പക്ഷെ എന്നാലും ചെടി ഇങ്ങനെ വല്ലാതെ നിൽക്കുന്നതുകൊണ്ട് ചെറിയൊരു വൃത്തികേട് പോലെ എനിക്ക് അങ്ങ് തോന്നി. അപ്പം ഇന്ന് നമുക്കതൊന്ന് മാറ്റണമെന്ന് വെച്ചാൽ ആ ചട്ടിയിൽ തന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കുറച്ച് ഹൈറ്റ് കുറച്ചിട്ടൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ആക്കിയിട്ടുണ്ട്. പൂവുള്ള ചില കമ്പുകളൊക്കെയാണ് നീളം കൂടുതലുള്ളത്. പൂവുള്ളതുകൊണ്ട് തന്നെ എനിക്ക് കട്ട് ചെയ്ത് കളയാനും തോന്നിയില്ല. അതിപ്പോൾ ഞാൻ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. പിന്നെ കുറേ അതിൻ്റെ തൈകളല്ല കമ്പുകളൊക്കെ വേറെ ഒരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ചൊക്കെ ഇതായിട്ടുള്ളതൊക്കെ കളഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗാർഡനിൽ ആ ചട്ടി ഇരിക്കുമ്പം ശരിക്കത് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. നേരത്തെ എന്ന് വെച്ചാൽ ബാക്കിലുള്ള ആ ചെടിയും അങ്ങനെ കാണാൻ വയ്യാതെ എന്തോ ഒരു രസക്കുറവ് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം കേട്ടോ.